ഇത് നമ്മുടെ ജാവ ഫൺ ചെടികൾ നമ്മൾ കല്ലിൽ സെറ്റ് ചെയ്തതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ജാവ ഫൺ ചെടികൾ ഒരു മീഡിയം സൈസ് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ കല്ലിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാൾ പെട്ടെന്ന് ആൽഗെ ഫോം ചെയ്തപ്പോൾ നമ്മളിത് ഇൻഡോർ മാറ്റിയതാണ്. ഇൻഡോർ മാറ്റിയിട്ട് നമ്മൾ ഈ കാണുന്ന ഷെൽഫിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 കണ്ടെയ്നറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് ആ 4 കണ്ടെയ്നറുകൾ. താഴെ കാണുന്ന ആ ഒരു ഷെൽഫ് നമ്മൾ എംപ്റ്റി ആക്കി ഇട്ടിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ 4 കണ്ടെയ്നറിൽ ഈ ഒരു ജാവ ഫണ്ട് സെറ്റ് ചെയ്തിട്ട് താഴത്തെ ഷെൽഫിൽ വെക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കണ്ടെയ്നറുകൾ ഉണ്ട്. അതുപോലെ തന്നെ കല്ലുകൾ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാവ ഫോണുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള അക്വേറിയത്തിൽ നിറച്ച് റീപ്രൊഡ്യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനും ക്ഷാമമില്ല. പിന്നെ കണ്ടില്ലേ, നമ്മൾ ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്ന സ്ഥലത്തല്ല ഇത് വെച്ചിട്ടുള്ളത്. ഈ ജനാലയിൽ നിന്ന് കുറച്ച് ദൂരത്ത് ഷെൽഫിൻ്റെ ഉള്ളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആൽഗെ അധികം ഫോം ചെയ്യുന്നില്ല. നമ്മൾ പുറത്ത് വെച്ച സമയത്ത് ആൽഗെ ഫോം ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് മാറ്റിയത് നേരത്തെ പറഞ്ഞു. പക്ഷേ ഇവിടേക്ക് മാറ്റിയതിന് ശേഷം ആൽഗെ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടുണ്ട്. എങ്കിലും ആ സമയത്ത് ഉണ്ടായ ആൽഗെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ആ ഒരു ഇലയുടെ മുകളിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നാര് പോലെ നിൽക്കുന്നത് കാണാം. അത് കളയാനായിട്ടൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം ഈ ഒരു കണ്ടെയ്നർ നമ്മൾ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത ആ സമയം മുതൽ നമ്മൾ ഈ കല്ല് അനക്കിയിട്ടില്ല. കാരണം ഇത് പ്രോപ്പറായിട്ട് വളർന്ന് ഈ കല്ലിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് അനക്കാതെ വെക്കുന്നതാണ് നല്ലത്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം മോശമാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിൻ്റെ അടിഭാഗത്ത് അഴുക്ക് കൂടുന്ന സമയത്ത് നമ്മൾ 50% വെള്ളം കളഞ്ഞ് പുതിയത് റീഫിൽ ചെയ്യാണ് ചെയ്യുന്നത്. ആ 50% വെള്ളം കളയുന്ന സമയത്ത് നമ്മൾ സൈഫൺ ഉപയോഗിച്ച് അടിയിലുള്ള അഴുക്കെല്ലാം വലിച്ച് കളയുന്നുണ്ട്. പിന്നെ ഈ ചെടികൾ വളരാനായിട്ട് നമ്മൾ ഇതിനകത്ത് പ്ലാറ്റിയുടെ ഒരു കുഞ്ഞിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ കണ്ടെയ്നറിലും ഓരോ കുഞ്ഞ് വീതമുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒരെണ്ണം കിടന്ന് നടക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു മീനിനെ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നൈട്രേറ്റ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബീറ്റാ ഫിഷിന് കൊടുക്കുന്ന ചെറിയ ആ ഒരു പെല്ലറ്റാണ്. അത് നമ്മൾ ഒരു 2-3 പെല്ലറ്റൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിച്ച് അതിൽ നിന്നുള്ള വേസ്റ്റും അതുപോലെ അത് കഴിച്ച് മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കുറച്ച് വേസ്റ്റൊക്കെയാണ് ഈ ചെടികളുടെ വളർച്ചയ്ക്കായിട്ട് ഈ ഒരു വെള്ളത്തിൽ കിട്ടുന്നത്. ഒന്നിൽ കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഫൈറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിംഗിളായിട്ട് ഇട്ടിരിക്കുന്നത്. ന്യൂട്രിയൻസും സൺലൈറ്റുമാണ് ഇവർക്ക് പ്രധാനമായിട്ട് വേണ്ടത്. സൺലൈറ്റ് ഈ ഒരു ചെടിക്ക് സത്യം പറഞ്ഞാൽ ലോ സൺലൈറ്റ് മതി. അതുകൊണ്ടാണ് ഈ ഒരു ഉള്ളിലേക്കൊക്കെ നമ്മൾ ഷെൽഫിലേക്കൊക്കെ കയറ്റി വെച്ചാലും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരാറുണ്ട്. ഇപ്പം നമ്മൾ വെച്ചതിന് ശേഷം കുറച്ച് നാളായിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾക്ക് കേടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഏതോ ഒരു കണ്ടെയ്നറിൽ മാത്രം ചെറുതായിട്ട് ഈ കാണുന്ന കണ്ടെയ്നറിൽ ഇലയ്ക്ക് ചെറിയൊരു കണ്ടില്ലേ, ഉണങ്ങിയ പോലെ നിൽക്കുന്നുണ്ട് 1-2 ഇലകൾ. പിന്നെ മാത്രമല്ല ഇതിനകത്ത് റീപ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്. ചില ഇലകളുടെ ഇവിടെ കാണാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇലകളുടെ അടിയിൽ നിന്ന് പുതിയ ചെടികൾ, അതായത് ചെറിയ ചെടികൾ സേപ്ലിങ്സ് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ റീപ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കല്ലിൽ ഇത് എത്രത്തോളം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ പെർമനൻ്റ് ആയിട്ട് കുറച്ച് കാലം വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ചെടി ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട കല്ലെന്ന് പറയുന്നത് നമ്മുടെ വെട്ടുകല്ലാണ്, അല്ലെങ്കിൽ ചെങ്കല്ല് എന്നൊക്കെ പറയുന്ന ഒരു കല്ലാണ്. സാധാരണ അക്വേറിയങ്ങളിലൊക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നത് കൂടുതലും ലാവ റോക്ക് എന്ന് പറയുന്ന ഒരു റോക്കാണ്. അത് സാധാരണ നമുക്ക് പറമ്പുകളിൽ നിന്നൊന്നും കിട്ടുന്നതല്ല. അത് അക്വേറിയം ഷോപ്പുകളൊക്കെ തന്നെയാണ് അത് സെല്ല് ചെയ്യുന്നത്. നമ്മൾ അതിന് പകരമായിട്ടാണ് ഈ ഒരു ചെങ്കല്ല് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കല്ല് നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ താഴേക്കൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ പൊടിയുന്ന ഒരു സംഭവമാണ്, പൊടിഞ്ഞു പോകുന്നൊരു കല്ലാണ്. അപ്പോൾ വേര് പിടിക്കാൻ കുറച്ച് എളുപ്പമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തത്. പിന്നെ മാത്രമല്ല ഇതൊരു ട്രയലാണ്, നമ്മൾ ട്രയൽ അടിച്ച് നോക്കുന്നതാണ്. എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആവുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ ഇത്തരം കണ്ടെയ്നറുകളിൽ ശരിക്കും എയറേഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷേ ചെറിയ കണ്ടെയ്നർ ആയതുകൊണ്ട് നമുക്ക് എയറേഷൻ ഒന്നും കൊടുക്കാനുള്ള ആ ഒരു സ്പേസ് ഇതിനകത്തില്ല. കാരണം ചെടികളൊക്കെ വല്ലാതെ ഇളകി മറിയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വാട്ടർ ചേഞ്ച് നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഒരു 50% ഒക്കെ നമ്മൾ ഒരാഴ്ചയിൽ ഒരു 50% വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഓക്സിജനും കാര്യങ്ങളൊക്കെ എത്തിക്കോളും. പിന്നെ ഓക്സിജൻ അത്രയധികം കൺസ്യൂം ചെയ്യാനായിട്ട് ഇതിനകത്ത് മീനുകളില്ല. ഈ ഒരു ചെറിയ പ്ലാറ്റിയുടെ കുഞ്ഞു മാത്രമാണ് ഉള്ളത് ഓരോ കണ്ടെയ്നറിലും. പിന്നെ ഈ ചെടികൾ രാത്രി, അതായത് രാവിലെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കും. വൈകിട്ടുള്ള സമയത്താണ് ഈ ചെടികൾ റെസ്പിറേഷൻ്റെ സമയത്ത് വെള്ളത്തിലുള്ള ഓക്സിജൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവർ രാവിലെ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതുകൊണ്ട് വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ വീണ്ടും റീഫില്ലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും റുട്ടീനായിട്ട് ഒരു 50% വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരാനുള്ള സാധ്യതയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് ആണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഫിഷിൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് പോകുന്നതും, പിന്നെ മീൻ കഴിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റും ഒക്കെയാണ് ഈ ചെടികൾ യൂസ് ചെയ്യുന്നത് ഇവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. പിന്നെ സൺലൈറ്റ് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ അന്ന് സെറ്റ് ചെയ്ത ആ ഒരു സമയം തൊട്ട് ഈ ഒരു സമയം വരെ ഇതുവരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കണ്ടില്ലേ, ആൽഗയൊക്കെ സ്റ്റിൽ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ആ കണ്ടെയ്നറിൻ്റെ സൈഡിൽ ഒരു പച്ച കളർ കണ്ടില്ലേ, അത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ പുറത്ത് കൊണ്ടുവച്ച സമയത്ത് ഉണ്ടായതാണ്. പിന്നെ നമ്മൾ ഈ ഒരു കണ്ടെയ്നർ കഴുകുക പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കാരണം ഈ കല്ലൊക്കെ പുറത്തേക്ക് എടുക്കേണ്ടത് ഉള്ളത് കൊണ്ടാണ് നമ്മളത് അനക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. കാരണം പതുക്കെ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാതാവുമ്പോൾ ഇൻഡോർ വെച്ച് കഴിയുമ്പോൾ പിന്നെ പുറത്ത് വെച്ച ആ ഒരു ലൈറ്റ് ഇതിലേക്ക് വരില്ല. അപ്പോൾ പതുക്കെ പതുക്കെ ഈ ഒരു ആൽഗെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നശിച്ചു പൊക്കോളും. പിന്നെ ഇപ്പോൾ മഴക്കാലമായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ ഈ ആൽഗെ നശിച്ചു പോയേനെ. പക്ഷേ ഇപ്പോൾ ലൈറ്റും ഹീറ്റൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ചൂടുകാലം ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സമയമാണ് ഈ ആൽഗെ ഗ്രോത്തിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അത് സ്ലോ ആയിട്ട് നശിച്ചു പോകുന്നത്. പെട്ടെന്ന് നശിച്ചു പോകാതെ സ്ലോ ആയിട്ട് ആ ഒരു സംഭവം കുറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ചൂടും ലൈറ്റൊക്കെ നന്നായിട്ട് ഈ ഒരു സീസണിൽ കിട്ടുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.